മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ ഓണാഘോഷത്തിൽ CMRL എക്സാലോജി കേസിൽ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ പ്രതികൾ പങ്കെടുത്ത സംഭവത്തിൽ നിഗൂഢതകൾ ഒന്നൊന്നായി പുറത്തുവരുന്നു. പോലീസുകാർക്കായി നിശ്ചയിച്ചിരുന്ന അതേ ഡ്രസ് കോഡിൽ CPM നേതാവും മുൻ കൌൺസിലറുമായ IP ബിനുവും കൂട്ടാളികളും എത്തിയതാണ് ഇപ്പോൾ പോലീസിനെ തന്നെ വലിയ പ്രതിക്കൂട്ടിലാക്കിയിരിക്കുന്നത്. സംഭവത്തിൽ സിറ്റി പോലീസ് കമ്മീഷണർ അരുൾ B കൃഷ്ണ കടുത്ത അമർഷത്തിലാണ്. സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ വിവരശേഖരണത്തിന് പുറമെ കമ്മീഷണർ നേരിട്ട് നടത്തിയ അന്വേഷണ റിപ്പോർട്ടിൽ പോലീസുകാരുടെ ഭാഗത്തു നിന്നുണ്ടായ അക്ഷന്തവ്യമായ വീഴ്ചകൾ ഓരോന്നായി അക്കമിട്ട് നിരത്തുന്നുണ്ട്. ഒരു പ്രമുഖ വസ്ത്രശാലയിൽ നിന്ന് ഓണാഘോഷത്തിനായി പോലീസുകാർ വാങ്ങിയ 66 ജോഡി യൂണിഫോം മോഡൽ വസ്ത്രങ്ങളിൽ നിന്നാണോ പ്രതികൾക്ക് വസ്ത്രം ലഭിച്ചത് എന്നതാണ് പോലീസിനെ വലയ്ക്കുന്ന പ്രധാന ചോദ്യം. അതല്ലെങ്കിൽ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ നിശ്ചയിച്ച ഡ്രസ് കോഡ് വിവരങ്ങൾ മുൻകൂട്ടി ചോർന്നുകിട്ടി പ്രതികൾ കൗതുകത്തിന് അതേ നിറത്തിലുള്ള വസ്ത്രം ധരിച്ചെത്തിയതാണോ എന്നും ഉന്നതതലത്തിൽ അന്വേഷിക്കുന്നുണ്ട്. ജാമ്യവ്യവസ്ഥ പ്രകാരം പോലീസ് സ്റ്റേഷനിൽ ഒപ്പിടാൻ മാത്രമാണ് പ്രതികളെത്തിയത്. എന്നാൽ ഒപ്പിടൽ നടപടികൾക്ക് ശേഷം ഇവരെ പുറത്തുവിടാതിരിക്കുകയും സ്റ്റേഷനിൽ തുടരാൻ അനുവദിക്കുകയും ചെയ്തത് പോലീസിന് സംഭവിച്ച ആദ്യ പ്രഥമദൃഷ്ട്യാ വീഴ്ചയായി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. സ്റ്റേഷനിൽ തടിച്ചുകൂടിയ പ്രതികൾ ഓണാഘോഷത്തിന്റെ ഭാഗമായി ഊഞ്ഞാലാടുകയും ചെണ്ട കൊട്ടുകയും ചെയ്തപ്പോൾ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ നോക്കി നിൽക്കുക മാത്രമാണ് ചെയ്തത്. പ്രതികളെ അവിടെ നിന്ന് പിരിച്ചുവിടാൻ ശ്രമിക്കാതെ തികച്ചും നിഷ്ക്രിയരായി നിൽക്കുകയായിരുന്നു ഉദ്യോഗസ്ഥർ. സ്റ്റേഷന്റെ ചുമതലയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ എന്തിനാണ് ഇത്തരത്തിൽ പ്രതികളെ ആഘോഷങ്ങളിൽ പങ്കാളികളാക്കാൻ പ്രോത്സാഹിപ്പിച്ചത് എന്നതിനെക്കുറിച്ച് അതീവ ഗൌരവമുള്ള അന്വേഷണം വേണമെന്നാണ് കമ്മീഷണറുടെ ശുപാർശ. വിഷയം രാഷ്ട്രീയ തലത്തിലും വലിയ കൊടുങ്കാറ്റാണ് അടിച്ചുവിട്ടിരിക്കുന്നത്. ഭരണം മാറിയത് അറിയാത്ത ചില പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇതിന് പിന്നിലെന്ന് ആരോഗ്യമന്ത്രി K മുരളീധരൻ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചു. പ്രതികൾക്ക് പോലീസുകാർ തന്നെ മുണ്ടും ഷർട്ടും വാങ്ങി നൽകുകയായിരുന്നുവെന്നും മുൻ സർക്കാരിന്റെ കാലത്ത് കോൺഗ്രസുകാരെ ഉപദ്രവിച്ച ഉദ്യോഗസ്ഥനാണ് ഇതിന് കൂട്ടുനിന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. ആഭ്യന്തര വകുപ്പും പോലീസിന്റെ ഉന്നത വിഭാഗവും നിലവിൽ ഈ വിഷയത്തിൽ ഔദ്യോഗിക പ്രതികരണങ്ങൾക്ക് തയ്യാറായിട്ടില്ലെങ്കിലും അന്വേഷണ റിപ്പോർട്ട് പൂർണ്ണമായും പുറത്തുവരുന്നതോടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ വൻ നടപടിയുണ്ടാകുമെന്ന് ഉറപ്പാണ്. മറുഭാഗത്ത് സ്റ്റേഷനിലെത്തി ആഘോഷങ്ങളിൽ പങ്കെടുത്ത നടപടി ജാമ്യവ്യവസ്ഥകളുടെ പരസ്യമായ ലംഘനമാണെന്നാണ് സിറ്റി പോലീസിന്റെ വിലയിരുത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രതികളുടെ ജാമ്യം റദ്ദാക്കാനുള്ള നിയമ നടപടികൾക്ക് പോലീസ് ഇതിനകം തുടക്കം കുറിച്ചു കഴിഞ്ഞു. പദവിയും ഉത്തരവാദിത്തവും മറന്ന് പ്രതികൾക്ക് ഒത്താശ ചെയ്തവർക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്ന് സൂചന നൽകുന്നതാണ് കമ്മീഷണറുടെ നിലപാട്. ഡ്രസ് കോഡ് ചോർന്ന വഴിയും വസ്ത്രം കൈമാറിയതിലെ നിഗൂഢതയും വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുകൊണ്ടുവരും.